ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. നിലയ്ക്കാത്ത ജനപ്രവാഹം, അതാണ് എമ്പുരാൻ്റെ മുഖമുദ്ര. എമ്പുരാൻ എന്ന ചിത്രം ഇറങ്ങി 5 ദിനങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ 200 കോടി നേടിയെങ്കിൽ 7 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ 250 കോടി എത്താൻ പോകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ്. ഓരോ ദിവസവും സിനിമയ്ക്ക് അത്രത്തോളം തിരക്ക് കൂടുകയാണ്. വിവാദമോ എന്ത് ഹേ എന്ന് ചോദിക്കുന്ന തരത്തിലാണ് ഇനിയാണ് ടർബോ സ്റ്റാർ തുടങ്ങാൻ പോകുന്നത്. മോനെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 75,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. എമ്പുരാൻ 800 കോടിയിലേക്ക് കടക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. തിയേറ്ററിൽ നിന്ന് മാത്രമുള്ള കളക്ഷൻ അല്ല, മൊത്തം ബിസിനസ് അടക്കം സിനിമ 800 കോടി കടക്കും. ഒരുപക്ഷെ 800 കോടി തിയേറ്ററിൽ നിന്ന് കിട്ടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പോൾ വിവാദങ്ങൾക്ക് പുറമെ വിവാദങ്ങൾ ആളിക്കത്തിച്ച് ഊതിപ്പിരിപ്പിച്ച് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇൻഡസ്ട്രി ഹിറ്റിനോട് അടുക്കുകയാണ് ഈ സിനിമ. 70 കോടിയാണ് സിനിമ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. 65 കോടിയും കടന്ന സിനിമ മുന്നോട്ട് പോകുമ്പോൾ പ്രീസെയിലൂടെ മാത്രം 4 കോടി നേടിയ സിനിമ 69 കോടി കടന്നിരിക്കുന്നു. ഇന്നത്തെ കളക്ഷൻ കഴിയുമ്പോൾ 70-71 കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. വിവാദങ്ങളോട് വിട പറയാൻ താല്പര്യമില്ലെങ്കിലും ഒരു കാര്യം പറയാം, ഈ ഒരു സിനിമ റെക്കോർഡുകളോടും അതേ സമീപനം തന്നെയാണ്. റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡും തൂക്കി അതിഗംഭീരമായിട്ട് തന്നെ പോകുന്നു. പുതിയ റെക്കോർഡുകൾ എഴുതി ചേർത്തോ എന്ന് ചോദിച്ചാൽ ഓരോ നിമിഷവും ഈ സിനിമ തീർക്കുന്നത് റെക്കോർഡുകൾ തന്നെയാണ്. അതിനിടയിൽ എമ്പുരാൻ അല്ലെങ്കിൽ L3 മൂന്നാമത്തെ പാർട്ട്, ഇതിൻ്റെ കൺക്ലൂഷൻ, എമ്പുരാൻ 3-ാം പാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇനി വരാൻ പോകുന്നു. ആ ഒരു അനൗൺസ്മെൻറ്റിൽ നമുക്ക് ഉറപ്പിക്കാം മലയാളത്തിലെ ആദ്യ 1000 കോടി ജനിക്കാൻ പോകുന്നത് മോഹൻലാലിൽ നിന്ന് തന്നെ എന്നുള്ളത്. അതായത് എമ്പുരാൻ ടീമിൽ നിന്ന് തന്നെ എന്ന് തന്നെ പറയാം. അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് കേരളം നെഞ്ചിലേറ്റിക്കഴിഞ്ഞ ഈ ഒരു സിനിമ ഇന്ന് അന്യദേശങ്ങളിലും റെക്കോർഡ് തൂക്കുകയാണ്. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര പ്രേക്ഷക പിന്തുണ നൽകുമ്പോൾ പലയിടത്തും പല കാര്യങ്ങളും പുകയുന്നു. ഇൻക്ലൂഡിങ് തമിഴ്നാട്ടിൽ ചില പ്രശ്നങ്ങൾ വരുന്നു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെയും ആളിക്കത്തുന്നു. വിവാദങ്ങളെ വിട പറയുന്നൊന്നുമില്ല, നിങ്ങൾ തുടരൂ. പക്ഷേ ഇവിടെ കളക്ഷൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. സിനിമ ഇപ്പോൾ തന്നെ 220 കോടി കഴിഞ്ഞ് നിൽക്കുന്നു. ഇന്നത്തെ കളക്ഷനോടുകൂടി 250 കോടി കടക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. വരുന്ന ആഴ്ചയിൽ സിനിമ 300 കോടിയും കടക്കും. അതിനുശേഷം സിനിമ റെക്കോർഡ് തീർത്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. 300 കോടി കടന്നാൽ സിനിമ വലിയ വമ്പൻ വിജയമാണ്. കടന്നില്ലേലും സിനിമ ഓൾറെഡി വിജയമായിരിക്കുന്നു. വേറൊന്നുമല്ല, ഈ സിനിമ ഇറക്കിയപ്പോൾ ആരും ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ ഓടിച്ച് വിജയിപ്പിക്കാം എന്നുള്ളതല്ല അതിൻ്റെ ആദ്യ ലക്ഷ്യം. പക്ഷേ ബിസിനസ്സിലൂടെ തന്നെയാണ്. ആ ബിസിനസ്സിലൂടെ സിനിമ ഓൾറെഡി ആ റേഞ്ചൊക്കെ കടന്നിരിക്കുന്നു. ഒരുപക്ഷെ ബിസിനസ്സും കാര്യങ്ങളുമെല്ലാം അടക്കം 800 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ആർമാദിക്കാൻ പോകുന്ന ദിനങ്ങളാണ്. വരുന്ന ശനി ഞായർ ദിനങ്ങൾ നോക്കിക്കൊള്ളുക. 10 കോടിക്ക് മുകളിലായിരിക്കും കേരള കളക്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ എമ്പുരാൻ കണ്ടിട്ടില്ലാത്തവർ ഈ ഇടവേളയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാം. അല്ലെങ്കിൽ വീണ്ടും അടുത്ത ആഴ്ചയോ അതിനടുത്ത ആഴ്ചയോ പോകേണ്ടി വരും. കാരണം ശനി ഞായർ ദിനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയും ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ ഏർലി മോർണിംഗ് ഷോസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടയ്ക്ക് ഉള്ള ഒരു ചാല് മാത്രമാണ് വീണ് കിട്ടാറുള്ളത്. അപ്പോൾ ടർബോ സ്റ്റാർട്ടും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ ബുക്ക് മൈ ഷോ തന്നെ വേണ്ടി വരും. അപ്പോൾ തിയേറ്ററിൽ ക്യൂ നിന്നും തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാനുള്ളവർക്ക് ഈ പറയുന്ന ദിവസങ്ങളിൽ എടുത്താൽ നല്ല കാര്യം. എമ്പുരാൻ അതിഗംഭീരമായി കുതിക്കുകയാണ്. മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ അല്ല ലോക സിനിമയുടെ നെറുകയിലേക്ക് എത്തിക്കുന്നു. ലോക സിനിമകളിൽ ഇന്ന് ഓടുന്നതിൽ ഏറ്റവും ടോപ്പിൽ 4-ാം പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് എമ്പുരാൻ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.